എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ ബയോമെട്രിക് മസ്റ്ററിംഗ് 2025-26 ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇന്ന് മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ്. അതായത് ജൂൺ മാസം 25-ാം തീയതി ബുധനാഴ്ച മുതൽ മസ്റ്ററിംഗ് ആരംഭിക്കുന്നതാണ്. ഇത് ഓഗസ്റ്റ് 24 വരെ നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ബയോമെട്രിക് മസ്റ്ററിംഗ് 2025-26 സാമ്പത്തിക വർഷത്തെയാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. നിലവിൽ ആധാറുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രേഖയെന്ന് കണക്കാക്കപ്പെടുന്നത്. അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ആധാറുമായിട്ട് എത്തിച്ചേരേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇത് ചെയ്യുന്നതിന് വേണ്ടി കിടപ്പ് രോഗികളായിട്ടുള്ളവരാണ് എങ്കിൽ അവരുടെ വിവരങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന് മറ്റാരെങ്കിലും ഇത് അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കുകയും നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. പിന്നീട് അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ നമ്മുടെ വീടുകളിൽ എത്തി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതാണ്. ബയോമെട്രിക് മസ്റ്ററിങ്ങിന് അക്ഷയ കേന്ദ്രം അല്ലെങ്കിൽ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ഒരു ഫീസ് ഈടാക്കുന്നതാണ്. അതൊരു 30 രൂപ മുതൽ 50 രൂപ വരെയുള്ള ഒരു നിരക്കായിരിക്കും. അത് കൃത്യമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്ത് നമ്മൾ അത് വിജയകരമായിട്ട് പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ബയോമെട്രിക് സക്സസ് ആയതിൻ്റെ അപ്പോൾ തന്നെ ഒരു രേഖ കൂടി കൈവശം വയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതുമാത്രമല്ല, നമ്മൾ ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് ആരംഭിച്ചു കഴിഞ്ഞാൽ ജൂൺ മാസം 25-ന് ആരംഭിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് 2 മാസം സമയമുണ്ട്. ഈ ഒരു സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. തുടക്കം തന്നെ ഇതിനെ എത്തിച്ചേർന്ന് ചെയ്യണമെന്ന് നിലവിലിപ്പോൾ നിർബന്ധമില്ല. നമ്മുടെ സമയവും സാഹചര്യവും പരിഗണിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു സമയത്ത് ഇത് പോയി ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി അതുമാത്രമല്ല, അക്ഷയ കേന്ദ്രങ്ങളിൽ തുടക്കത്തിൽ തന്നെ വലിയൊരു തിരക്ക് തന്നെ അനുഭവപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളുടെ നമ്പറുകൾ അറിയാമെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്ത് ഗുണഭോക്താവ് എത്തേണ്ട സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ്. കാരണം വിവിധ മേഖലകളിൽ, അതായത് വിവിധ അക്ഷയ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളുടെ പ്രവേശന പരീക്ഷയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ വിവിധ അഡ്മിഷൻ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെടുത്തി വിദ്യാഭ്യാസ ലോണിൻ്റെ ആപ്ലിക്കേഷനും അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളും അതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗുണഭോക്താവിന് ഏതാണ് സൗകര്യപ്രദമായിട്ടുള്ള സമയമെന്നൊക്കെ അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാർ പറഞ്ഞു തരുന്നതാണ്. ആ ഒരു സമയത്ത് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യുവാൻ വേണ്ടി തയ്യാറെടുക്കുന്നവർ ഒരു അപേക്ഷ, നമ്മുടെ ആധാറൊക്കെ ഒരുപാട് പഴയതായിരിക്കും, അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ചില സാഹചര്യങ്ങളിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുവാൻ കാണുന്നതാണ്. തുടർച്ചയായിട്ട് ബയോമെട്രിക് മസ്റ്ററിംഗ് ഒക്കെ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. മസ്റ്ററിംഗ് ഫെയിലിയർ റിപ്പോർട്ട് വരുന്നതാണ്. ആദ്യഘട്ടത്തിൽ വിരൽ പതിച്ച് മസ്റ്ററിംഗ് ചെയ്യുവാൻ നോക്കുമ്പോൾ മസ്റ്ററിംഗ് ഫെയിലിയർ ആണെന്ന് കാണിക്കുന്നതാണ്. ആ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നമ്മൾ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നത്. അങ്ങനെ നമുക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുകയും പെൻഷൻ തടസ്സമില്ലാതെ പിന്നീട് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇനി അതുമാത്രമല്ല, ഇപ്പോൾ നമ്മുടെ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് ജൂൺ മാസം സമയം കിട്ടിയില്ല എങ്കിലും ജൂലൈയിൽ ആയിരിക്കും നമ്മൾ പൊതുവെ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെയ്തില്ല എങ്കിലും തിടുക്കം കാണിക്കേണ്ട ആവശ്യമില്ല. ഓഗസ്റ്റ് വരെ ചെയ്യുന്നതിന് വേണ്ടി സമയമുണ്ട്. ഈ സമയത്തെല്ലാം ഓരോ മാസവും സർക്കാർ അനുവദിക്കുന്ന പെൻഷൻ തുകയുമുണ്ട്. അത് നമുക്ക് മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതാണ്. കാരണം മസ്റ്ററിങ്ങിന് വേണ്ടി 2 മാസം സമയം അനുവദിച്ചിട്ടുണ്ട്. ഇനി ഓഗസ്റ്റ് മാസം കഴിഞ്ഞ് സെപ്റ്റംബർ തുടക്കം മുതലായിരിക്കും പെൻഷൻ മസ്റ്ററിംഗ് വിട്ടുപോയിട്ടുള്ളവർക്ക് ആനുകൂല്യം മുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മസ്റ്ററിംഗ് ചെയ്യുവാൻ ഒരു വീട്ടിലെ ഒന്നിലധികം ഗുണഭോക്താക്കൾ ഉണ്ട് എങ്കിൽ ഇവർ ഒരുമിച്ച് പോയി ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ബയോമെട്രിക് മസ്റ്ററിംഗും ചെയ്യുന്നതിന് കേവലം 5 മിനിറ്റൊക്കെ മാത്രമാണ് സമയമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾക്ക് വളരെ വേഗം തന്നെ ഈ ഒരു
പ്രോസസ്സിംഗ് പൂർത്തീകരിച്ച് വീടുകളിലേക്ക് മടങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാത്രം എടുക്കുന്ന പ്രക്രിയ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും തന്നെ വീടുകളിൽ നിന്ന് പെൻഷൻ ഗുണഭോക്താക്കളെ കൊണ്ടുപോകുന്നതിനും തിരികെ കൊണ്ടുവരുന്നതിനുമൊക്കെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതുമാത്രമല്ല, ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്നവർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ 1600 രൂപ ലഭിക്കുന്നവർക്കും എല്ലാം തന്നെ ഇപ്പോൾ നടക്കുന്ന മസ്റ്ററിങ്ങിൽ പങ്കെടുക്കേണ്ടതാണ്. പ്രധാനമായിട്ടും ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് പൂർത്തീകരിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.